എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശസ്ത സുവിശേഷകനും ജീസസ് കോൾസ് മിനിസ്ട്രീസിൻ്റെ പ്രധാനിയുമായ ഡോക്ടർ പോൾ ദിനകരനെയും അദ്ദേഹത്തിൻ്റെ മകൻ സാമുവൽ ദിനകരനെയും കൂടാതെ മറ്റ് 4 പേർക്കെതിരെയും മുംബൈ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന കേസ് ബ്ലാക്ക് മാജിക് ആക്ട് അനുസരിച്ചുള്ളതാണ്. കേസെടുക്കുന്നതിനുണ്ടായ കാരണം മാർച്ച് 13 മുതൽ 15 വരെ മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ കവലപ്പൂർ എയർപോർട്ട് ഗ്രൗണ്ടിൽ നടന്ന മീറ്റിങ്ങിൽ അദ്ദേഹം രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ച് സംസാരിച്ചു. ആളുകളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, വാഗ്ദാനങ്ങൾ നൽകി. അങ്ങനെ ഒരു ക്രൈസ്തവ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ചെയ്യേണ്ട ശുശ്രൂഷകളെയെല്ലാം ഉൾപ്പെടുത്തി ബ്ലാക്ക് മാജിക് ആക്ട് എന്ന നിയമത്തിലൂടെ ഇത്തരം ശുശ്രൂഷകളെയെല്ലാം തടയിടുവാനുള്ള ഒരു ശ്രമമാണ് ഈ കൺവെൻഷനിൽ കണ്ടത്. നാളെ ഈ അവസ്ഥ ക്രൈസ്തവ പ്രവർത്തനങ്ങളിലെല്ലാം ബാധകമായേക്കാം. സഭകളിൽ, പള്ളികളിൽ ഒരു വ്യക്തിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരത്തിലൊരു നടപടി വന്നേക്കാം. നാളിതുവരെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് ആരും ക്രൈസ്തവ ശുശ്രൂഷകളെ അപമാനിച്ചിട്ടില്ല. പ്രവർത്തനങ്ങൾക്ക് തടയിടുവാൻ സുവിശേഷ പ്രവർത്തനങ്ങളെ ഭയത്തോടെ കാണുന്ന സംഘടനകൾ അവർക്ക് ഏത് വിധേനയും ക്രൈസ്തവ പ്രവർത്തനങ്ങൾക്ക് തടയിട്ടേ മതിയാവും. അതിനവർ കണ്ടുപിടിച്ച വഴികളാണ് ബ്ലാക്ക് മാജിക് പോലുള്ള ആക്റ്റുകൾ. നോർത്ത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒരുപോലെ വിളയാടുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമുക്കറിയാം. അഘോരികൾ മുതൽ നരബലി, ഭൂതോച്ചാടനം അങ്ങനെയുള്ള അനാചാരങ്ങളുടെ കോട്ടക്കൊത്തളങ്ങളാണ് വടക്കേ ഇന്ത്യയിലെ മിക്ക ഗ്രാമങ്ങളും. അത്തരം അനാചാരങ്ങൾക്കെതിരെ എടുക്കുന്ന നടപടിയാണ് ക്രൈസ്തവ സഭകൾക്കെതിരെ ഗവൺമെൻറ് എടുക്കുന്നത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്. രാജ്യത്ത് സമാധാനവും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം. അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ എന്നും പോരാടിയ ചരിത്രമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളത്. അനാചാരങ്ങൾക്കും അസമത്വത്തിനുമെതിരെ പ്രവർത്തിച്ചിരുന്ന ക്രൈസ്തവ സഭകൾക്കെതിരെ തന്നെ ആ നിയമം പ്രയോഗിച്ചു എന്നുള്ളതാണ് വടക്കേ ഇന്ത്യയിൽ കാണുന്നത്. ക്രൈസ്തവ സഭയുടെ പ്രവർത്തനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മഹാരാഷ്ട്ര ഗവൺമെൻറ് ബ്ലാക്ക് മാജിക് ആക്ട് എന്ന ഒരു നിയമം നടപ്പിൽ വരുത്തിയത് 2013 ഡിസംബറിലാണ്. നരബലി, ഭൂതോച്ചാടനം, വ്യാജ അത്ഭുത രോഗശാന്തികൾ പോലെയുള്ള നിരവധി അനാചാരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടിയാണ് ഈ നിയമം നടപ്പിൽ വരുത്തിയത്. ഡോക്ടർ നരേന്ദ്ര ദാഭോൽക്കർ എന്ന വ്യക്തിയുടെ ശ്രമങ്ങളെ തുടർന്നാണ് 2013 ഈ നിയമം പാസ്സാക്കുവാനിടയായത്. 5000 മുതൽ 50,000 രൂപ പിഴയും 3 മാസം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ബ്ലാക്ക് മാജിക് ആക്റ്റിൽ വരുന്നത്. ക്രൈസ്തവ സഭയുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ 2000-ഓളം വർഷങ്ങളായി ക്രൈസ്തവ സഭ നേരിടുന്ന പീഡനങ്ങളിൽ നിന്നും വ്യത്യസ്തമല്ല ഇത്. ഈ പീഡനങ്ങളെയൊക്കെയും തരണം ചെയ്യുവാനുള്ള കഴിവ് ക്രൈസ്തവർക്ക് ദൈവം നൽകിയിരിക്കുന്നു. പീഡകളെ സധൈര്യം നേരിട്ട ചരിത്രമാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. കേവലം ഒരു ബ്ലാക്ക് മാജിക് ആക്റ്റിൽ ഒടുങ്ങുന്നതല്ല ലോകത്തിലെ ക്രൈസ്തവ സാക്ഷ്യം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെയും നന്ദി, നമസ്കാരം.